ഹലോ നമസ്കാരം, ഞാൻ പ്രീത തണുപ്പാൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നൊരു സ്വിച്ച് വേർഡാണ് കേട്ടോ. അത് വളരെ സംഖ്യാശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണ്. അതായത് ആ നമ്പര് 888 എന്നാണ് കേട്ടോ. 888 എന്ന് വെച്ചെന്നാലേ നമുക്ക് അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പ്രതീകമാണ് ഈ 888. ഈ 8 എന്ന് പറയുന്നത് നമ്മുടെ സംഖ്യാശാസ്ത്രത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു നമ്പറാണ്. എന്നാൽ നമ്മൾ ശനിയുടെ നമ്പർ കൂടിയാണ് 8. ശനി നമുക്ക് ശനി ദശയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറുന്ന ഒരു സമയമില്ലേ, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ മാറാൻ പോകുന്ന ഒരു തൊട്ട് മുമ്പായിട്ട് നമ്മൾ 888 എന്ന് കാണും, അല്ലെങ്കിൽ നമ്മൾ 888 എന്ന് ഇങ്ങനെ കാണും. 8888 എന്നൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണാൻ തുടങ്ങും. അതെന്താന്ന് വെച്ചെന്നാലേ ആ ശനിദോഷം മാറിയിട്ട് നമ്മളൊരു അഭിവൃദ്ധിയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സിഗ്നലാണത്. നമുക്ക് ഭാഗ്യം വരുമ്പോൾ നമുക്ക് പല രീതിയിൽ വരാം അല്ലെ. ഒന്നല്ല ലോട്ടറിയിലൂടെ ആകാം, അല്ലെ ഒരു ചിട്ടിയിലൂടെ ആകാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കുന്നതാകാം. അപ്രതീക്ഷിതമായിട്ട് വരുന്ന ആ ഒരു പണത്തെയാണ് നമ്മൾ ഭാഗ്യമായിട്ട് കാണുന്നത്. അത് പണം മാത്രമല്ല, ആരോഗ്യത്തിനും നല്ലതാണ് ഈ 888 കേട്ടോ. അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെന്നാലേ, ഈ 888 നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുവാണെങ്കിൽ എന്റെ വീഡിയോയിൽ വന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മുടെ വാട്സപ്പിൽ നമ്പറിലാണ് നിങ്ങൾ ബന്ധപ്പെടുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപകാരം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എന്നോട് വിളിച്ചു പറയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു അഭിവൃദ്ധിയാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഫീസൊന്നും ഇല്ല കേട്ടോ, അതോർത്ത് പേടിക്കണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഞാൻ പറഞ്ഞു തരാം. ഈ ഇൻഫിനിറ്റി നമ്പർ എന്ന് നമ്മൾ പറയാറില്ലേ 8, അത് 8നെ നമ്മൾ തിരിച്ചിങ്ങനെ ഇടുമ്പോഴാണ് ഇൻഫിനിറ്റി നമ്പർ ആകുന്നത്. അതായത് നമുക്ക് ഐശ്വര്യ, അഭിവൃദ്ധി, പണം ഇതൊക്കെ വരാനായിട്ട് നമ്മൾ ഇൻഫിനിറ്റി, ചിലർ ഇൻഫിനിറ്റിയുടെ ഒരു ലോക്കറ്റ് ഒക്കെ ഇട്ടേക്കണ കണ്ടിട്ടുണ്ടോ? ഒരു പെൻഡന്റ് മാലയില്, അതേപോലെ തന്നെ മോതിരം, ഇതൊക്കെ ഇൻഫിനിറ്റി ഉള്ള ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് അതിനർത്ഥം. നമുക്ക് കുറെ പോസിറ്റീവ് ആകും, നമ്മൾ പോസിറ്റീവോടുകൂടി ചിന്തിക്കും എന്നാണ് അതിനർത്ഥം. അതേപോലെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യമാണ് ഇൻഫിനിറ്റി. അത് നിങ്ങൾ 8 എന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. ആ 8 നമ്മൾ കൈയുടെ നേരെ വെച്ച് 8 ആയിട്ട് എഴുതിയിട്ട്, 8ഉം ഒരു ഭാഗ്യ നമ്പരാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അത് 8 ആയിട്ടും ചരിച്ച് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇൻഫിനിറ്റി സിമ്പലായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. എന്താണോ നമുക്ക് വരാൻ പോകുന്ന ഒരു അബണ്ടൻസ് എന്താണെന്നുള്ളത് കാര്യം നമുക്ക് ഈ ഇൻഫിനിറ്റി നമ്പർ നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗ്യം നമുക്ക് ഏത് രീതിയിലാണ് വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റാണ് അത് കൊണ്ടുവരണേ എന്നുള്ളത് കാര്യം. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ 888, ഈ 888 നിങ്ങൾ എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാം. 888 നമ്മൾ എപ്പോഴും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് എഴുതേണ്ടത് കേട്ടോ. ഞാൻ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാനുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്, അഫർമേഷൻസ് ഒക്കെ. ഇതും ഒരു അഫർമേഷൻ ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഈ അഫർമേഷൻ എഴുതണം. നിങ്ങൾ അത് എങ്ങനെയാ എഴുതേണ്ടതെന്ന് വെച്ചെന്നാലേ, ഒരു ബുക്കില് അത് നിങ്ങൾ 11 പ്രാവശ്യം 888 എന്ന് എഴുതണം. എന്നിട്ട് നിങ്ങൾ എന്ത് ആഗ്രഹമാണ്, നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് വേണ്ട ആഗ്രഹം എന്താണ്, ആ ആഗ്രഹം നിങ്ങൾ ഏറ്റവും താഴെ എഴുതണം കേട്ടോ. എഴുതിയതിന് ശേഷം താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ എഴുതണം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ അത് പിന്നെ ബുക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ രാത്രിയിൽ പിന്നെ മൊബൈൽ നോക്കരുത് കേട്ടോ. മൊബൈലൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണം നിങ്ങളിങ്ങനെ ചെയ്യാനായിട്ട്. നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ചിന്തയോട് കൂടിയായിരിക്കണം നിങ്ങൾ കിടന്നുറങ്ങേണ്ടത്. നിങ്ങൾ ആലോചിച്ചെടുക്കുന്ന ആ ഒരു നിങ്ങളുടെ മനസ്സിൽ മുഴുവനും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ചിന്തയായിരിക്കണം നിങ്ങൾക്ക് നിൽക്കേണ്ടത്. നിങ്ങൾ എന്തിനാണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ നിൽക്കേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് കൈയുടെ അകത്തും എഴുതാം കേട്ടോ. 8 എന്ന് മാത്രം, 888 എന്ന് എഴുതണ്ട, വെറും 8 എന്ന് മാത്രം എഴുതുക. നമ്മൾ ഈ നടുവിരലിന്റെ ഈ സെന്റർ ഭാഗത്തായിട്ട് ഇവിടെ കേട്ടോ, ഇവിടെ നിങ്ങൾ 8 എന്ന് മാത്രം എഴുതുക. അതിനെ നമ്മൾ ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ അത് ഇൻഫിനിറ്റി സിമ്പലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന ഒരു സിമ്പലാണത് കേട്ടോ. അതെന്താന്ന് വെച്ചെന്നാല് നമുക്ക് ഭാഗ്യവും അതേപോലെ ധനവും ആരോഗ്യവും എല്ലാം കിട്ടുന്ന ഒരു സിമ്പലാണത്. അത് എഴുതി കഴിഞ്ഞാലും നമുക്ക് നല്ലതാണ്. നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ എഴുതുമ്പോൾ വളരെ സന്തോഷമായിട്ട് വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എഴുതുമല്ലോ 888 എന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ 11 ദിവസം കഴിയുമ്പോഴത്തേക്കും
കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് ആലോചിക്കണം, ഈ 11 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്ത് മാറ്റാണ്, എവിടെ നിന്നാണ് നമുക്ക് പണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ എല്ലാവരും യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ 1111 എന്ന് കമന്റ് ചെയ്യണം. ഈ 888 നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നവരെ 888 എന്ന് എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഓഗസ്റ്റ് 11 തീയതി, അതായത് നാളെ നമ്മുടെ ക്ലാസ് തുടങ്ങുവാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ് ഓഗസ്റ്റ് 11 രാത്രി 9 മണിക്കാണ്. 10 മണി വരെയാണ് നമ്മുടെ ക്ലാസ്. അതിൽ ചേരാൻ താല്പര്യമുള്ളവരെ നമുക്ക് ഇതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ പേ നമ്പർ കൂടിയാണ് ഈ വാട്സപ്പ് പേ നമ്പർ കേട്ടോ. അപ്പോൾ വാട്സപ്പ് നമ്പരും ഗൂഗിൾ പേ നമ്പരും ഒരു നമ്പർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി. ചെറിയൊരു ഫീസുണ്ട്, 499 രൂപയാണ് ആ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ക്ലാസ് 9 മണി, നാളെ 9 മണി, ഓഗസ്റ്റ് 11 9 മണി കേട്ടോ. ഇനി നാളത്തെ കഴിഞ്ഞിട്ട് വരണവരെ അടുത്ത ബാച്ചിലേക്ക് ആയിരിക്കും എടുക്കുന്ന. ആദ്യത്തെ 3 ദിവസം നമുക്ക് ക്ലാസ്സിൽ കയറ്റാൻ പറ്റും. അതിനുശേഷമാണെങ്കിൽ നമ്മൾ പിന്നെയും അടുത്ത ബാച്ചിലേക്കായിരിക്കും എടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ പരിമിതമായ സീറ്റേ ഉള്ളൂ. എല്ലാവരും ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സിൽ ഒന്ന് ചേർന്ന് നോക്കൂ. എന്ത് മാറ്റാണ് നമ്മുടെ ജീവിതത്തിൽ വരണേന്ന് നമുക്കറിയാലോ. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.